بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് പ്രാക്ടിക്കൽ സുന്നത്ത് നിസ്കാരം. 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് എക്സാമിനുള്ള നാളത്തെ എക്സാം പ്രാക്ടിക്കൽ സുന്നത്ത് നിസ്കാരമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു വിശദീകരണം ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിയ്യത്ത് വെക്കലാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഉദാഹരണത്തിന് സുന്നത്ത് നിസ്കാരത്തിൻ്റെ ഒരു രൂപമാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഉസല്ലി സുന്നത റകഅതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി ലില്ലാഹി തആല. 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇനി മറ്റേതെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിൽ, ഉദാഹരണത്തിന് ളുഹ എടുക്കാം. ളുഹയുടെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ നിയ്യത്ത് എന്താണ് വെക്കേണ്ടത്? ഉസല്ലി സുന്നത്തുൽ ളുഹ റകഅതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി ലില്ലാഹി തആല. 2 റകഅത്ത് ളുഹ നിസ്കാരം ഖിബ്ലയിലേക്ക് മുന്നിട്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അങ്ങനെയാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇരു കൈകളും ചുമരിലേക്ക് ഉയർത്തി പിന്നീട് കൈ വെക്കണം. അതെവിടെയാണ് വെക്കേണ്ടത്? 2 കൈയും ഒക്ലുവിൻ്റെയും നെഞ്ചിൻ്റെയും ഇടയിലായി ഇരു കൈകളും വെക്കണം. ഇടത് കൈയിൻ്റെ മുകളിലായി വലതു കൈ കൊണ്ട് ഇടത് കൈയിൻ്റെ അണിബന്ധത്തിൽ പിടിക്കുന്ന രൂപത്തിൽ വെക്കണം. അതിനുശേഷം വജ്ജഹത്തു ഓതുക. വജ്ജഹത്തു ചൊല്ലേണ്ട രൂപം: വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ എന്ന് ചൊല്ലുക. പിന്നീട് ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷം സൂറത്തുകൾ ഏതെങ്കിലും ഓതിയതിന് ശേഷം പിന്നീട് റുകൂഇലേക്ക് പോവുക. റുകൂഇലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുകൂഇലേക്ക് പോവുക. ഇരു കൈകളും 2 മുട്ടിൻ കാലിൽ പിടിക്കുന്ന രൂപത്തിൽ. അതിൽ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലുക. അതിനുശേഷം ഇഅ്തിദാലിലേക്ക് ഉയരുക. ഉയരുന്ന സമയത്ത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലുക. അങ്ങനെ ഇഅ്തിദാലിലെത്തിയാൽ
റബ്ബനാ ലക്കൽ ഹംദു മിൽഅ അസ്സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു എന്ന് ചൊല്ലുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സുജൂദാണ്. സുജൂദിലേക്ക് നേരെ പോവുക. സുജൂദിൽ നിർബന്ധമായും നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ നെറ്റി, 2 മുൻകൈയിൻ്റെ പള്ളകൾ, 2 കാൽമുട്ടുകൾ, 2 കാൽവിരലുകളുടെ പള്ളകൾ. മൂക്ക് വെക്കൽ സുന്നത്താണ്, അത് നിർബന്ധമില്ല. പിന്നെ സുജൂദിലേക്ക് പോയാൽ അവിടെ ചൊല്ലാനുള്ളത് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലണം. ഇനി ഇടയിലെ ഇരുത്തമാണ്. സുജൂദ് കഴിഞ്ഞാൽ ഈ ഫോട്ടോത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ഇരുത്തം. അങ്ങനെ ഇരിക്കേണ്ടതൊന്നും കാര്യമായി പറയുന്നില്ല, സാധാരണ നമുക്കറിയുന്നതാണ്. അതിൽ ചൊല്ലേണ്ടതാണ് പ്രധാനമായും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. റബ്ബ് ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന് ചൊല്ലുക. അതിനുശേഷം വീണ്ടും സുജൂദിലേക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സുജൂദിൽ വെക്കേണ്ട അവയവങ്ങളെല്ലാം വെച്ചുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. പിന്നീട് രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉയരുക. ഖിയാമിലേക്ക്, നൃത്തത്തിലേക്ക് ഉയർന്നാൽ ഫാത്തിഹ ഓതുക, പിന്നീട് സൂറത്ത് ഓതുക. നേരത്തെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുക. അതായത് റുക്കൂ ചെയ്യുക. റുക്കൂയിൽ ചൊല്ലാനുള്ളത് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി ചൊല്ലുക 3 പ്രാവശ്യം. അതിനുശേഷം ഇഅ്തിദാലിലേക്ക് തന്നെ വരിക. പിന്നീട് ആ ഇഅ്തിദാലിൽ ചൊല്ലാനുള്ളതെല്ലാം ചൊല്ലിയതിനു ശേഷം വീണ്ടും സുജൂദിലേക്ക്. സുജൂദിൽ നിന്ന് ഇടയിലെ ഇരുത്തം, അവിടെയൊക്കെ ചൊല്ലാനുള്ളതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ചൊല്ലുക. വീണ്ടും സുജൂദിലേക്ക്. അങ്ങനെ സുജൂദിലേക്ക് പോയതിന് ശേഷം നമ്മൾ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലിയതിന് ശേഷം ഒന്നാമത്തെ അത്തഹിയാത്തിലേക്ക് വരികയാണ്. തക്ബീർ ചൊല്ലി അത്തഹിയാത്തിലേക്ക് വന്നാൽ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി അത്തഹിയാത്തിലേക്ക് വന്നാൽ അതിൽ ചൊല്ലാനുള്ളത് അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിനുശേഷം സ്വലാത്ത്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇബ്രാഹിമിയ സ്വലാത്താണ് നല്ലത് ഇപ്പോൾ ചൊല്ലുക. അതിനുശേഷം പിന്നീട് ദുആ. അല്ലാഹുമ്മ اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അതിനുശേഷം സലാം വീട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് ചൊല്ലി വലതു ഭാഗത്തേക്ക് തല ചരിക്കുക. അതാണ് ഫർള്. പിന്നീട് ഇടതു ഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന്
ചൊല്ലലോടുകൂടെ നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതോടുകൂടെ നിസ്കാരം തീരുന്നതാണ് എന്നർത്ഥം. ഇതിൽ ഒരു ലളിതമായ രൂപമാണ്. ഇതിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടില്ല. ചില ചൊല്ലാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.